US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടിക്കടിയുള്ള നിലപാട് മാറ്റം, അന്യൻ എന്ന തമിഴ് സിനിമയെ ഓർമ്മിപ്പിക്കുന്ന വിധമുള്ള പെരുമാറ്റം, ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ച ഉടൻ എന്ന് പ്രഖ്യാപിക്കുകയും അതിനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്ന അതേ സമയത്ത് തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ 100% താരിഫ് ചുമത്താൻ സമ്മർദ്ദം ചെലുത്തുന്നു. തൊട്ടു പിന്നാലെ ഇപ്പോൾ G7 രാജ്യങ്ങളോടും അതേ നിലപാട് തന്നെ ആവർത്തിച്ചിരിക്കുകയാണ് ട്രംപ്. അതായത് ഒരു സമയം തന്നെ തലോടുകയും തല്ലുകയും ചെയ്യുന്ന ഒരു പ്രകൃതം. ഏതായാലും ഇന്ത്യ ട്രംപിന്റെ ഈ ഒരു പൊട്ടൻ കളിക്ക് കൂട്ടുനിൽക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം റഷ്യയുമായി വലിയ ഒരു ഡീലിലേക്ക് ഇന്ത്യ നീങ്ങുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. റഷ്യൻ പത്രമായ സ്പുട്നിക് പറയുന്നത് സെപ്റ്റംബർ മാസം, അതായത് ഈ മാസം അവസാനം മുതൽ ഇന്ത്യ കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്നും വാങ്ങാൻ തീരുമാനമായിരിക്കുന്നു. നിലവിൽ പ്രതിദിനം 1.7 ദശലക്ഷം ബാരൽ എണ്ണയാണ് റഷ്യയിൽ നിന്ന് വാങ്ങുന്നത്. അത് 20% മുതൽ 30% വരെ വർദ്ധിപ്പിക്കാൻ തീരുമാനമായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഇന്ത്യയിലുള്ള അംബാസഡർ പറഞ്ഞത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായി നിർത്തണം, പകരം അമേരിക്കയിൽ നിന്നും എണ്ണ വാങ്ങണമെന്നാണ്. അങ്ങനെ ഒരു തിട്ടൂരം കൂടി ഇതിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വ്യാപാര കരാർ ഉടൻ ഒപ്പിടാമെന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും അത് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ റഷ്യയുടെ പക്കൽ നിന്നും കൂടുതൽ എണ്ണ, അതായത് 20% മുതൽ 30% അധിക എണ്ണ കൂടി വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു. ഇത് എന്തിനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ താരിഫ് ചുമത്തുന്ന ചെലവ് അത് കുറയ്ക്കും. ഇപ്പോൾ മികച്ച ഗ്രോസ് റിഫൈനിങ് മാർജിൻ GRM മാർജിൻ ലഭിക്കുന്നത് ഇന്ത്യൻ റിഫൈനറികൾക്കാണ്. അത് ഇന്ത്യയിലെ സ്വകാര്യ റിഫൈനറി കമ്പനികൾക്കും ലഭ്യമാക്കും. ഒപ്പം തന്നെ റഷ്യയുടെ എണ്ണ ഇന്ത്യക്ക് ഒരു സാമ്പത്തിക മുൻതൂക്കം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിദേശ നാണ്യ പ്രവാഹം കുറച്ചു. ആഗോള വില വ്യത്യാസത്തിൽ നിന്ന് ഇന്ത്യൻ റിഫൈനറികളെ പിടിച്ചു നിർത്തിയതും റഷ്യൻ എണ്ണയായിരുന്നു. ഇന്ത്യൻ റിഫൈനറി ആ എണ്ണ ശേഖരം മൂലം നമുക്ക് രൂപയുടെ സ്ഥിരത പിടിച്ചു നിർത്താനായി, ഒപ്പം തന്നെ ഡോളറിനെ അധികമായി ആശ്രയിക്കുന്നതും കുറയ്ക്കാനായി രൂപയിലും ദീർഘത്തിലും മറ്റുമാണ് റഷ്യയിൽ നിന്നും എണ്ണയുടെ ഡീലിങ്സ് നടക്കുന്നത്. ഏതായാലും റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങൽ ഒരു തരി പോലും കുറച്ചു എന്നുള്ളതല്ല, നിർത്തണം എന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ അത് കുറയ്ക്കുക പോലുമല്ല ചെയ്തത്, കൂട്ടുകയാണ് ചെയ്തത്. അതായത് ഒരു 30% കൂടി ഈ മാസം തൊട്ട് കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്.